എന്തൊരു വിധി. മണിത എന്റെ ജീവൻ തരുന്നാ തോന്നുന്നത്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇതുവരെ ഡെലിവറി വന്നില്ല. ഡെലിവറി ബോയ് ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ഡെലിവറി ബോയ് അല്ലേ? അതെ സാറേ. ഇന്നലെ രാത്രി 12 മണിക്ക് ചെയ്ത ഓർഡറാണ്. എന്റെ 16 കിട്ടോ ഫുഡ്? അല്ല സാറിന്റെ പേരെന്താ? പെരുന്തച്ഛൻ. അല്ല സാറിന്റെ മോനെ ഉളിയിട്ട് വന്നാ, അതുകൊണ്ട് ഫുഡ് ഇല്ല. കട്ടേറ്റ് പോയോ? ഇവനൊക്കെ പറയുന്ന കേട്ടത്തൊന്നും ഇവന്റെയൊക്കെ മോനാണ് ഞാൻ കൊന്നതെന്ന്. എന്തൊരു കാലം, എന്റെ മോനല്ലേ, എനിക്ക് കൊന്നൂടെ? അയ്യാ മടുത്തു. പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ മടുത്തു. അപ്പൊ തീരുമ്പോ എന്തരായിരിക്കും അവസ്ഥ? അയ്യാ മടുത്തു. അല്ല, അറിയാൻ പറ്റുന്ന ചോദിക്കും. അയ്യാ മടുത്തു. തമ്പുര എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് വയ്യാ മടുത്തു എന്ന് പറയണത്? ഈ വന്നിരിക്കണ നെടുമുടി വേണമെന്ന് ജനത്തിന് മനസ്സിലാവണ്ടേ, അതുകൊണ്ടാ. അയ്യാ മടുത്തു. ഞാൻ ചെയ്തത് വലിയൊരു കാര്യമാ. എന്തോന്ന് കഷം ചൊറിയണതാ? അതല്ല, എന്റെ മകൾക്ക് വേണ്ടി തന്റെ മകനെ ഉളി എറിഞ്ഞു കൊന്നു. ഗുഡ് ജോബ്. എന്റെ കഴിവ് മുഴുവനും പുറത്തെടുക്കാൻ പറ്റിയില്ല. ആദ്യം ഇട്ടപ്പത്തന്നെ ഉള്ളി ഇട്ടപ്പത്തന്നെ ചെറുക്കൻ ചത്തില്ലേ? തമ്പുരാനെ, ഞാൻ അറിയോ, തമ്പുരാന്റെ മോൾക്ക് വേണ്ടിയാ ഞാൻ എന്റെ മകൻ കണ്ണനെ കൊന്നത്. ആണോ തച്ച? എനിക്ക് എന്റെ നീലാത്താപമുണ്ട്. പശ്ചാത്താപമെന്നല്ലേ? എനിക്ക് ആ കളർ ഇഷ്ടമല്ല, എനിക്ക് നീലാണ് ഇഷ്ടം. ബ്ലൂ. ആരാ എന്റെ കൊട്ടുവഴി എടുത്ത് കൊളുത്തിയിട്ടത്? കൊട്ടൂരി എടുത്ത് കൊളുത്തേരിഞ്ഞല്ല, ഞാൻ പറഞ്ഞതാ. ബ്ലൂ. എന്താ ബ്ലൂ ഇങ്ങനെ? ഹായ്, നമ്മുടെ മോൾ വന്നു. ഇനി ചായ കുടിച്ചിട്ടാവാ. ചായ വന്നു, ചായ ഒടിച്ചിട്ടാവും ബാക്കി പണി. ചായയല്ല, പച്ചവെള്ളം തരത്തില്ല. എന്റെ കണ്ണേട്ടനെ ഉളിയെറിഞ്ഞു കൊന്ന ദുഷ്ടനാ. അങ്ങനെ അങ്ങോട്ട് പറയുമോളെ, അങ്ങനെ അങ്ങോട്ട് ശപിക്ക്. അവൻ നിന്ന് പുഴുക്കണ എനിക്ക് കാണണം. ശപിക്ക്. അച്ഛൻ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. എനിക്കറിയാം ഇതിന്റെ പിന്നിൽ അച്ഛനാണെന്ന്. ഇയാള് ചെയ്തതിന്റെയൊക്കെ ശാപം ഉള്ളത് കൊണ്ടാ ഈ ശില്പം പൂർത്തിയാക്കാൻ പറ്റാത്തത്. അയ്യോ, ശാപം കൊണ്ടൊന്നുമല്ല. ഞാൻ തന്റെ യൂട്യൂബ് നോക്കിയാണ് ശില്പം പണിയെടുത്തത്. ഇന്നലെ രാത്രി നെറ്റ് തീർന്നു പോയി. ഇന്ന് രാത്രി 12 മണിക്കേ കിട്ടൂ. കൊച്ചു വെറുതെ ചമ്മിപ്പോയി. അതെ, എല്ലാം വെച്ച് പൂട്ടി കെട്ടിക്കോളൂ. എന്റെ ചേട്ടനെ കൊന്ന കേസേ സേതുരാമയ്യർ CBI ഏറ്റെടുത്തിട്ടുണ്ട്. രണ്ടുപേരും അഴി എണ്ണു. രണ്ടുപേരും അഴിയണ്ണു? ഞാൻ എന്തിനാ അഴിയണ്ണ? തന്നെ CBI വന്നാൽ ഞങ്ങളെ പൊക്കും. നമ്മളെന്തിനു നോക്കണം? എന്നെ നോക്ക്. നീ എന്റെ ചെറുക്കനെ കൊന്ന. തമ്പുരാൻ 1-ാം പ്രതി, ഞാൻ 2-ാം പ്രതി. ഞാനെങ്ങനെയാണോ 1-ാം പ്രതി ആകുന്നേ? തമ്പുരാന്റെ പേരില്ല, പ്രേരണ കുറ്റം. അതുകൊണ്ട് ഞാൻ 5 വർഷം കിടക്കൂ. തമ്പുരാൻ 10 വർഷം കിടക്കേണ്ടി വരും. 10 വർഷം കിടക്കോ? ഒരു കാര്യം ചെയ്, തിരക്കെ ഞാൻ ചെയ്യും. നെടുമുടി നീ ചെയ്യും. അങ്ങനെ ഉണ്ടാക്കണ്ട. ആദ്യം നല്ല വേഷം എന്ന് പറഞ്ഞോണ്ട് ആദ്യം എടുത്തേ തമ്പുരാൻ. നീ കൂടാ. ഒരു കാര്യം ചെയ്, അരുന്ന് കാസർഗോഡ് കാതർബായിര ഇതൊന്നും ആലിമൂടനെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ അങ്ങനെ ഊരണ്ട. ഇവിടെ CBI വരും. തമ്പുരാനെ, ആരാ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ? ആരൊക്കെ വരുന്നുണ്ട്? മനസ്സിലായില്ലേ? ഐ ആം സേതുരാമയ്യർ CBI. CBI എന്താ പണി? ഞാൻ അവിടെ പാനിപൂരി കച്ചവടം നടത്തുന്നത്. ഈ തലയിൽ പട്ടി ദൂരി വെച്ചവൻ പറഞ്ഞേട്ടാ CBI എനിക്ക് എന്താ പണിയെന്ന്. ഇവ മനഃപൂർവ്വം കേസ് എത്തിക്കാത്തതൊക്കെ. മിസ്റ്റർ, ഞാനൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നിങ്ങളെ ചോദ്യം ചെയ്യാൻ വന്നതാണ്. IPC 422, KPC 432, KFC മൂക്കുത്തി വീണ്, KPC 303 ആക്ട് പ്രകാരം നിങ്ങൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കും. ചാക്കോ, നമ്മളെ ചാക്കി കയറ്റി കൊണ്ടുപോകുന്ന പ്ലാനാ. ചാക്കി കയറ്റി കൊണ്ടുപോകാനല്ല, എന്റെ അസിസ്റ്റന്റ് ചാക്കോയെ ഞാൻ വിളിച്ചതാ. മിസ്റ്റർ ചാക്കോ, അത് ഇങ്ങെടുക്ക്. സാർ ജമ്മി. ഏത് നാട്ടിലാ? അല്ല ജിമ്മി. ആര്യ? സാർ ജിമ്മി. ജിമ്മി അല്ല, പാവാടാ. ഇത് ഡമ്മി. ഓ സോറി, ഞാൻ ചമ്മി സാർ. അതെ, തന്നെ കുറിച്ച് നാം കേട്ടിരിക്കണു. ഫേമസ് അല്ലേ? അതെ, അറിയില്ലേ സേതുരാമയ്യർ? അറിയില്ല. അറിഞ്ഞോടെന്ന് പറഞ്ഞാൽ പൊക്കി കൊണ്ടുപോയി. അറിയാന്ന് പറ. അറിയാം. ഹേമൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗിന്നസ് ബുക്ക് നേടിയാണല്ലേ? ഇവിടെ കിടന്ന് വാങ്ങി കേട്ടാ ബോക്സിംഗ് സേതുരാമയ്യർ. നമുക്ക് പെരുത്ത് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. തനിക്ക് നാം ഒരു അവാർഡ് തരും. എനിക്ക് അവാർഡ് തരാൻ താൻ അർഹനല്ല. എനിക്ക് തരണമെങ്കിൽ തച്ചൻ തരട്ടെ. അയ്യോ, എന്നെ വെറും ആസിഫലിയാക്കിയല്ലോ. മിസ്റ്റർ ബച്ചൻ. ബച്ചനല്ല, തച്ചൻ. തച്ചൻ, നിങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ കല്ലിൽ നിന്നും സപ്തസ്വരങ്ങൾ ഉണ്ടാക്കുന്ന വിദ്വാനല്ലേ? ആര്? ഇയാള്. കല്ലീന്നാ? പിന്നെ ഡെയിലി ശബ്ദം കേൾക്കും. അത് കല്ലീന്നായിരുന്നു തന്നെ. കല്ലിൽ നിന്നും ഉണ്ടാക്കുമല്ലേ? അങ്ങനെ ഒരുപാട് കഴിവുകൾ ഈ തച്ചനുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഒരു പീസ് അങ്ങോട്ട് വായിക്കും, ഞങ്ങളൊന്ന് രസിക്കട്ടെ. അധികം വായിക്കാം. നാളായില്ലേ തന്റെ കയ്യിൽ നിന്നൊരു പീസ് വായിച്ച് കേട്ടിട്ട് വായിക്ക. അന്നും പതിവ് പോലെ നേരം പരപരായിരുട്ടി. വെളുക്കും. അവൾ കുളി കഴിഞ്ഞ് ഈറനായി മുറിയിലേക്ക് വന്നു. പുറകെ ഗോപുവും വരും.
അവൾ അവനോടായി പറഞ്ഞു, ഗോപു, തെറ്റ് ചെയ്യാത്തവരെ ആരുണ്ട് ഗോപു? അവളെ സ്ഥിരം സ്വഭാവമാണ് നമ്മോടും പറഞ്ഞു. ആണ്ട്രാ പീസ് വായിച്ച് രസിപ്പിക്കാൻ പറഞ്ഞപ്പോ പീസ് പറഞ്ഞ് സൂചിപ്പിക്കണേ. മിസ്റ്റർ തച്ചൻ, നിങ്ങളോട് കല്ലിൽ സപ്തസ്വരങ്ങൾ വായിക്കാനല്ല ഞാൻ പറഞ്ഞേ. സപ്തസ്വരങ്ങൾ ഓക്കേ. വ്യക്തമായിട്ട് പറയട്ടെ. ഇരിക്കുക. ആ ബുക്ക് കളാൻ എടുക്കുക. താൻ കേച്ചിക്കോ. കരിങ്കരൽ ചെത്തിയെടുത്ത ഈ പീസിൽ ഞാനൊരു കീർത്തനം വായിക്കാം. വായിക്കാ. സേതുരാമയ്യർ സീബിയുടെ തലതെറിച്ചിലങ്ങ് നിർത്തുക. വായന കേൾക്കുക. വായിച്ചു കൊടുക്കുക. ശബാഷ്, ശബാഷ്. ഇത് മാത്രമല്ല അച്ഛന്റെ കഴിവ്. അച്ഛനൊരു കുളം പണിതു. പണിതു വന്നപ്പോ അതൊരു കുളമായതാണ്. ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വൃത്താകൃതിയിലും, സെന്ററിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ചതുരാകൃതിയിലും, അറ്റത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ത്രികോണാകൃതിയിലുമാണ്. ഈ കുളത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാ എന്റെ മോൻ കണ്ണന്റെ കാര്യവും. അവനെ പിടിച്ച് നേരെ നിർത്തിയിട്ട് ഒരു സൈഡിൽ പോയി നോക്കിക്കഴിഞ്ഞാ സുഭാഷിന്റെ മോനാണെന്ന് തോന്നും. പുറകെ പോയി നോക്കിക്കഴിഞ്ഞാ രവിയുടെ മോനാണെന്ന് തോന്നും. ഏറ്റവും മുമ്പിൽ പോയി നോക്കിക്കഴിഞ്ഞാ ബാബുവിന്റെ മോനാണെന്ന് തോന്നും. ഞാൻ കുനിഞ്ഞും ചരിഞ്ഞും കിടന്ന് നോക്കിയിട്ട് എന്റെ യാതൊരു മുഖച്ച് ആ ചേർക്കുന്നില്ല. തന്റേതല്ലാത്ത കാരണത്താൽ തന്റെ മകനെ വാശിപ്പുറത്ത് കൊന്നു. ആര് കൊന്നു? തച്ചൻ. യവൻ കൊല്ലി. നീ എന്നോട് നടന്നു. യവൻ വിഷമാണ് സാറേ. യവൻ സത്യം. യവന് ശുദ്രമുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ കൊന്നില്ല. യവൻ എന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. തമ്പുരാനെ. ഇവിടെ നിന്ന് മിണ്ടാതിരിക്കടാ. യവൻ നിന്ന് സാറിനെ കൊല്ലും. അയ്യോ സാറേ, കള്ളം പറയാണ്. സാറിന് ഫുൾ തെളിവായിട്ട് ഇവിടെ പോകാം. എന്റെ മകളുണ്ട്. ഞാൻ കൊന്നില്ല. നീ കൊന്നല്ലോടാ. അമ്മച്ചിയെ ഞാൻ കൊന്നു. മോളെ ഇങ്ങോട്ട് പറയാ. എന്താ അച്ഛാ? അച്ഛൻ നൈസായിട്ട് അവന്റെ തലയെ വെച്ചിട്ടുണ്ട്. പറഞ്ഞ് കയറ്റി വിടും. അപ്പോ ഇതാണല്ലേ തന്റെ മകൾ? അപ്പോ ഇതാണല്ലേ തന്റെ മകൾ? അപ്പോ ഇതാണല്ലേ തന്റെ മകൾ? അതാണ് ഈ ഉണ്ട അടക്കണോണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. അറിയിക്ക. എന്റെ ചാക്കോ പ്രത്യേകം തയ്യാറാക്കിയ 10 ടൈപ്പിലുള്ള 10 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും. ആ 10 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീരുമാനിക്കും ഈ കൊലയാളി ആരാണെന്ന്. ചാക്കോ, ഫസ്റ്റ് പോയിന്റ് ചോദിക്കട്ടെ സാർ. കണ്ണൻ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി നിങ്ങൾ എപ്പോഴാണ് കണ്ണനെ കണ്ടത്? ജീവിച്ചിരിക്കുമ്പോ. കറക്റ്റ് പോയിന്റ്. ഇല്ല, പൗഡറിന് സമ്മാനം. താങ്ക് യു സാർ. സാർ, രണ്ടാമത്തെ ചോദ്യം. ചോദിക്കേ. കണ്ണൻ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി കണ്ണൻ എന്താണ് പറഞ്ഞത്? അയ്യോ ഞാൻ ചത്ത. അങ്ങനെ ആരെങ്കിലും പറയോടെ? പിന്നെ അവൻ ചാവാൻ നേരത്ത് ജനിച്ചത് ഇവ കിണയൊക്കെ സി ബിയിൽ. കുഴപ്പമില്ല, ഒപ്പിക്കാം. എന്നാ നിനക്കൊരു ചീപ്പ് സമ്മാനമായിട്ടിരിക്കും. മിസ്റ്റർ ചാക്കോ, ഇതുകൊണ്ടൊന്നും ഇവർ ഉത്തരം പറയുമെന്ന് തോന്നുന്നില്ല. മൂന്നാമത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. ഓക്കെ സാർ. മാറി നിൽക്ക്. നിങ്ങൾ കാമുകിമാരായിരുന്നു? അതെ സാർ. നിങ്ങൾ തമ്മിൽ എന്നും കാണാറുണ്ടായിരുന്നോ? എന്നും രാത്രി 12 മണിക്ക് കാണുമായിരുന്നു. എത്ര മണിക്ക്? രാത്രി 12 മണിക്ക്. എന്നിട്ട് ഞങ്ങൾ കുറെ ദൂരം നടന്ന് ആരും ഇല്ലാത്ത സ്ഥലത്ത് നോക്കി ഇരിക്കുമായിരുന്നു. മിസ്റ്റർ ചാക്കോ, സാർ. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ വെട്ടിക്കളയൂ. ഈ ടൈപ്പുള്ള ചോദ്യങ്ങൾ കേട്ട് അതെന്തിനാ സാർ? അന്വേഷണത്തിന് ഒരു ഗുമ്മ വേണ്ടേ? അവര് ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ബാക്കി ചോദിച്ചിട്ട് വരാം. എന്നിട്ട് ഞങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചുറ്റും നോക്കും. ആരുമില്ല. ഇനി ആരെങ്കിലും വരെയാണെങ്കിൽ തന്നെ ഞാൻ ഒരു സിഗ്നൽ തന്നേക്കാം. ബാക്കി പറഞ്ഞു. എന്നിട്ട് ഞാനും എന്റെ കണ്ണേട്ടനും ആകാശത്ത് നോക്കിയിട്ട് ഞങ്ങൾ നേരം വെളുക്കുന്നത് വരെ ആ നിലാവ് നോക്കിയിരുന്നിട്ട് നേരം വെളുക്കുമ്പോ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകും. ഈ നേരം വിളിച്ചാവുന്നവരിങ്ങനെ നോക്കിയേക്കാൻ നിങ്ങളുടെയൊക്കെ കണ്ണിൽ വല്ല കുരുണ്ടാ? ഇവർ രണ്ടുപേരും വെറുതെ വിട്. ഇവിടെ പിടിച്ചകത്തിട്. അതെന്തിനാ സാർ? CBIയുടെ വിലപ്പെട്ട നിമിഷങ്ങൾ കളഞ്ഞു വിളിച്ചതിന്. അതൊക്കെ പോട്ടെ, അടുത്ത പരിപാടിയിലേക്ക് കിടക്ക്. യെസ് സാർ. ഞാൻ ജിമ്മി എടുത്തിട്ടെ സാർ. ഏത് കോൺസ്റ്റബിളോ? അല്ലല്ല, ഈ ജിമ്മി. ഡമ്മി. ഓ സാർ. അല്ല സാറേ, എന്താണ് അടുത്ത പരിപാടി? ഞങ്ങൾ ഈ ഡമ്മി ഇവിടെ ഇങ്ങനെ ഇടും. എന്നിട്ട് തച്ചനെ അതിന്റെ മോളിൽ കയറ്റിട്ട് ഉളി എടുത്തിടിക്കും. ഈ തച്ചന്റെ കയ്യിൽ നിന്നും വീഴുന്ന ഉളി കൃത്യമായിട്ട് ഡമ്മിയിൽ പതിഞ്ഞാൽ ഇത് തച്ചൻ തന്നെ കുറ്റവാളി. ഉളിയിട്. ഞാൻ എന്റെ മകനെ കൊന്നിട്ടില്ല. വന്നിട്ടുണ്ട്. ഞാൻ നിരപരാധിയാണ്. നിരപരാധിയാണോ അല്ലയോ എന്ന് നമുക്ക് ഇപ്പൊ തെളിയിക്കാം. ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ കാണാലോ ചെയ്തിട്ടുണ്ടോ അല്ലെന്ന്. ഉളിയിട്. അച്ഛനെ കൊണ്ടുപോകുമ്പോ വിലങ്ങ് അച്ഛാ നിന്ന് കളിക്കാതെ ഉളിയിട്. അതെന്റെ കൈ വറയ്ക്കുന്നു. കൈ വരച്ചോട്ടെ, വിട്. പിടിച്ചോ, അച്ഛനെ പിടിച്ചോ. നീ എന്നാ പരിപാടിയായി കാണിച്ചു? ഇങ്ങനെയാണോ ആ മോളിക്കരട്ട് കഴുത്തിൽ ഉള്ളി ഇടുന്നത്? ഇത് പിടിച്ച എടുത്തു കൊടുക്കുന്ന കറക്റ്റ് ആയിട്ട് കഴുത്ത് നോക്കിയിട്ടിട്ട് ബാക്കിയുള്ളവർക്ക് വേറെ കേസ് കളിക്കാനുള്ളതാ. ഭയങ്കര ചൂടായിപ്പോള്. ഇത് പുള്ളി തമാശ കളിക്കണം. പുള്ളി കറക്റ്റ് അറിയാം. പുള്ളിക്ക് കല്ലിലുണ്ടാക്കാൻ അറിയാലോ. എന്നിട്ട് എന്താ ഒരു കാര്യം ചെയ്യ്. ഈ പച്ച മനുഷ്യനെ എങ്ങനെ ഉളിയിട്ട് കൊന്നു ഈ CBI തന്നെ തെളിയിക്കും. അത് കൊള്ളാം സാർ. ചാക്കോ,
ഈ തച്ചനെ മാറ്റിയിട്ട് ഞാനാ ഉളിയിടാൻ പോണത്. ഓക്കെ ഓക്കെ കറക്റ്റ് ആയിട്ട് ഡെമ്മി കൂടെ ഇടണേ. ഞാൻ നിൽക്കും സാർ കൂടെ. സാർ ഓക്കെ അല്ലേ? ഓക്കെ സാർ. സാർ എവിടെ ഇടണം സാർ? ആ ഡെമ്മി കുറച്ച് ഇങ്ങോട്ടേക്ക്. അല്ല അങ്ങോട്ട് ഇങ്ങോട്ട് ഇടണം സാർ. ആ കാലിന്റെ അങ്ങോട്ട് മാറിയിട്ട് തലി ഇങ്ങോട്ട് വെച്ച തലി ഇങ്ങോട്ട് വെച്ച ഇങ്ങോട്ട് വെക്കണം. ഇത്തിരി ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്കണം. അയ്യർ പേടിക്കാനൊന്നുമില്ല. രക്ഷപ്പെട്ടു. ചാക്കോ ചത്തു. ചത്തു. മിസ്റ്റർ തച്ചൻ, ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മകനെ ഉളിയിട്ട് കൊന്നത്? ഇങ്ങനെയാണ് എന്റെ മകനെ ഉള്ളിട്ട് കൊന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ സാറ് ചാക്കെ കൊന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലായി. എല്ലാം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സാക്ഷികളുമുണ്ട്. ആണോ? ഒരു മിനിറ്റ്. ഹലോ, യെസ്, സേതുരാമയ്യർ, CBI. സാറേ, ഈ ഒരാള് ഉളിയിട്ട് കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷ വരെ പോകും? അയ്യോ, ജീവപര്യന്തോ? അങ്ങനെയാണെങ്കിൽ സാറേ, വീഡിയോ സഹിത തെളിവുണ്ട്, 2 ദൃക്സാക്ഷികളും ഉണ്ട്. പെട്ടെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം. പിന്നെ നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ എനിക്ക് ആ മ്യൂസിക് കിട്ടുക തന്നെ. ഏത് മ്യൂസിക്? ഇത്